നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക കിരീടം ചൂടിയാൽ ഞാനൊരു മോർ ക്രിസ്ത്യാനോ ആകുമെന്നും കിരീടം കിട്ടിയില്ലെങ്കിൽ, വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു ലെസ് ക്രിസ്ത്യാനോ ആകുമെന്നും ഒന്നുമില്ല. എൻ്റെ കരിയറിൽ ഞാൻ ചെയ്തു വെച്ചതൊക്കെ അവിടെ കിടപ്പുണ്ട്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിനിനെതിരെയുള്ള വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 മത്സരത്തിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണത്. അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നുവോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പരാജയം അദ്ദേഹം നേരത്തെ മണത്തറിഞ്ഞിരുന്നുവോ? അതിൽ ഇതോടുകൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കിരീടമില്ലെങ്കിലും ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ താരരാജാക്കന്മാരായിട്ട് എണ്ണപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക്, കിരീടമില്ലാത്ത മഹാരഥന്മാരുടെ കൂട്ടത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തുന്നു, നെയ്മർ ജൂനിയർ എത്തുന്നു. നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ്. പൗലോ മാൽദീനി, ഇറ്റാലിയൻ ഇതിഹാസത്തെ അറിയാത്തവരുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കറിയോ, അദ്ദേഹം വേൾഡ് കപ്പ് നേടിയിട്ടില്ല. 2006 ഇറ്റലി വേൾഡ് കപ്പ് നേടുമ്പോൾ അദ്ദേഹം സ്ക്വാഡിലില്ല. മാർക്കോ വാൻ ബാസ്റ്റൻ, നെതർലൻഡ്സിൻ്റെ സൂപ്പർ താരം, എന്തെല്ലാം നേട്ടങ്ങൾ അദ്ദേഹം ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദേശീയ ടീമിനോടൊപ്പം ഒരു വേൾഡ് കപ്പ് അത് സാധിച്ചില്ല. മിഷേൽ പ്ലാറ്റിനി, യെസ്, ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം, ഫുട്ബോൾ ലോകത്ത് പിടിച്ചുകുലുക്കിയ താരമാണ്, പക്ഷേ കിരീടമില്ല. ഫെറങ് പുസ്കാസ്, ഹംഗേറിയൻ ഇതിഹാസം, സ്പെയിനു വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ലോക കിരീടമില്ല. സീക്കോ, ബ്രസീലിൻ്റെ വെളുത്ത പെലെ എന്നറിയപ്പെട്ട മാന്ത്രികനാണ് അദ്ദേഹം. നമ്മളിവിടെ ഏറ്റവും ഒടുവിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് നന്നായിട്ടറിയാം, ISL FC ഗോവയുടെ കോച്ചായിട്ടൊക്കെ ഒടുവിൽ അദ്ദേഹം വന്നിരുന്നു. ആ സീക്കോ. യോഹാൻ ക്രൈഫിന് ലോക കിരീടമില്ല, നെതർലൻഡ്സ് ലോകകപ്പ് നേടിയിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള മിന്നിത്തിളങ്ങുന്ന മഹാരഥന്മാർക്കിടയിലേക്കാണ് നെയ്മറും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കിരീടം, ലോക കിരീടം എന്നുള്ളത് താരങ്ങളുടെ മഹത്വത്തിൻ്റെ അളവുകോലൊന്നുമല്ല, മറിച്ച് എല്ലാം നേടി എന്ന് പറയാവുന്നൊരു കാര്യം മാത്രമാണ്. ലോക കിരീടമുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ എന്തെങ്കിലും വളരെ മഹത്തായ ഒരു താരമായി മാറുന്നില്ല. മറ്റു മികച്ച പ്രകടനങ്ങൾക്കൊപ്പം അതുകൂടി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരർഹിച്ചിരുന്ന കിരീടമാണത്. അവർക്ക് പക്ഷേ അതിലേക്ക് എത്താൻ പറ്റിയില്ല. ഒരല്പം ലെഗ് ഫാക്ടർ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ കളിക്കാരനാണെങ്കിലും ആ വലിയ നേട്ടത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത്ര വലിയ കളിക്കാരനല്ലെങ്കിലും ലെഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കിരീടത്തിലേക്ക് എത്തുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.